ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കെങ്ങനെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉപ്മാവ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് വെള്ള അവിലാണ്. ഈ അവിൽ അത്യാവശ്യം കട്ടിയുള്ള അവിലാണ് എടുക്കേണ്ടത്. ഉപ്മാവിന് അതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. മറ്റേ നൈസായിട്ടുള്ള അവിലെടുക്കരുത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ അവിലിനെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് അവിലിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൈപ്പിൻ്റെ ചുവട്ടിലായിട്ടൊന്ന് കാണിച്ചു കൊടുത്താലും മതി. എന്നിട്ട് വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ അവിൽ തൊട്ട് നോക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാകും. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇനി വേണ്ടത് നിലക്കടലയാണ്. നിലക്കടല ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വറുക്കാത്ത നിലക്കടല ആയതുകൊണ്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇനി വറുത്ത നിലക്കടല ആണെങ്കിൽ ഒന്ന് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വറുവായി വരുമ്പോൾ ഒരു 1/4 കപ്പ് സവാള ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് വഴണ്ടി വരട്ടെ. ഈ സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ എരിവിന് അനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അവിലിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. കിഴങ്ങ് ഒരു 1/2 കപ്പ് പുഴുങ്ങി ചെറുതായി മുറിച്ചെടുത്തതാണിത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഇത്തിരി പുളിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ മൂടി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടിത് ഇപ്പോൾ മൂടി തുറന്ന് നോക്കിയാൽ നമ്മുടെ അവിൽ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ പാകത്തിന് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് ചിരവിയെടുത്ത 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് മല്ലിയില. ഈ മല്ലിയിലയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഉപ്മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഉപ്മാവ് ശരിക്കും പറഞ്ഞാൽ ഈ ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിന് അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം. അപ്പോൾ ഇനി നല്ല ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.